നമസ്കാരം. നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്ന് ആദ്യം സംസാരിക്കുന്നത് ഗസയെക്കുറിച്ചാണ്. ഗസയിൽ ഒരു വെടിനിർത്തലിന് UN രക്ഷാസമിതിയിൽ പ്രമേയം പാസ്സായിരിക്കുന്നു. അമേരിക്ക വീറ്റോ ചെയ്തു പോന്നിരുന്ന പ്രമേയ പരിപാടികൾ ഇത്തവണ പക്ഷേ അമേരിക്ക വിട്ടുനിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു വോട്ടെടുപ്പിൽ നിന്ന്. അങ്ങനെയാണ് ആ പ്രമേയം പാസ്സായത്. അതായത് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി അല്ല, രക്ഷാ കൗൺസിൽ അവർ ഈ വെടിനിർത്തൽ അവസാനിപ്പിക്കണം അടിയന്തരമായി എന്ന പ്രമേയം പാസ്സാക്കുന്നു. ബന്ധികളെ ഉപാധികളില്ലാതെ വിട്ടയക്കണമെന്ന് ഹമാസിനോട് ആവശ്യപ്പെടുന്നു. ഹമാസ് അത് സ്വാഗതം ചെയ്തുവെങ്കിലും ഇസ്രായേൽ അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അവർ വെടിനിർത്തലിന് തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, ആക്രമണം തുടരും എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഹമാസിൻ്റെ ഭീകരതയോട് സന്ധി ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പൊസിഷൻ. അപ്പോൾ ലോകം ഇസ്രായേലിനോട് വെടിനിർത്താൻ സാങ്കേതികമായി തന്നെ നിയമപരമായി തന്നെ ആവശ്യപ്പെടുമ്പോൾ ഇസ്രായേലിന് അത് ചെയ്യാതിരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മൾ ആദ്യം. ദിവസം ഇപ്പോൾ ഇതിനകത്ത് UN രക്ഷാസമിതി ഒരു പ്രമേയത്തിലൂടെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ട് കൂടി ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്ന് ഞങ്ങളത് ചെയ്യില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർസാധ്യത എന്താണ്? പിന്നെ അല്ല, ഇസ്രായേൽ ഞങ്ങളത് അംഗീകരിക്കില്ല എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു അത്ഭുതമില്ല. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്ന കാര്യം, മുമ്പ് VS അച്യുതാനന്ദനെതിരെ ഈ പോളിറ്റ് ബ്യൂറോ നടപടിയെടുത്തു. അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ സസ്പെൻഡ് ചെയ്യുക എന്തോ ചെയ്താണ്. പിറ്റേ ദിവസം മാധ്യമത്തിൽ VR രാകേഷിൻ്റെ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇദ്ദേഹം ഡൽഹിയിൽ നിന്ന് PB കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. മുമ്പിലൊരു കാറിൽ അനൗൺസ് ചെയ്യണം, മഹത്തായ 3ാമത്തെ അച്ചടക്ക നടപടിക്ക് ശേഷം VS ഇതാ ഈ കാറിന് തൊട്ട് പിറകെ എന്നിട്ട് പിറകിലെ കാറിൽ ഇങ്ങനെ VS കൈവീശിക്കൊണ്ട്. ഇതാണ് ഇസ്രായേലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. മഹത്തായ മറ്റൊരു റെസൊല്യൂഷൻ ലംഘനം, അതിനുള്ളൊരു അവസരം ഇസ്രായേലിന് ലഭിക്കുന്ന മാത്രമാണ്. ഇസ്രായേലിൽ UN-നുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള ബോഡികൾ, നിരവധിയായിട്ടുള്ള പ്രമേയങ്ങൾ പാസ്സാക്കാറുണ്ട്. ഇപ്പോൾ UNHRC, യുണൈറ്റഡ് നാഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അവർ പ്രമേയങ്ങൾ പാസ്സാക്കാറുണ്ട്. UNGA, യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലി, പിന്നെ ഉള്ളത് UNSC, യുണൈറ്റഡ് നാഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. അപ്പോൾ യുണൈറ്റഡ് നാഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രമേയങ്ങളാണ് അതിലേറ്റവും ഗൗരവമുള്ള പ്രമേയങ്ങൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലീഗലി ബൈൻഡിങ് ആണ്. അപ്പോൾ അതേക്കുറിച്ച് ഇപ്പോൾ വേറൊരു നിയമപരമായ തർക്കം നടക്കുന്നുണ്ട്. അതിൽ ഡിസൈഡ് എന്ന വാക്ക് ഉപയോഗിക്കാത്തത് കൊണ്ട് ലീഗലി ബൈൻഡിങ് ആണോ അല്ലയോ എന്നൊക്കെ ആവശ്യമില്ലാത്തൊരു ചർച്ച നടക്കുന്നുണ്ട്. എനിവേ, UNSCയുടെ യുണൈറ്റഡ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലൊരു പ്രമേയം സാധാരണഗതിയിൽ ലീഗലി ബൈൻഡിങ് ആയിട്ടാണ് പൊതുവെ പരിഗണിക്കപ്പെടുന്നത്. അത് പാലിക്കാത്ത രാജ്യങ്ങൾക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക, സൈനിക നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതൊക്കെയാണ് നടപ്പു രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറാഖിനെതിരെ അമേരിക്കയും സഖ്യകക്ഷികളും ആക്രമണം നടത്തിയതിൻ്റെ ന്യായം എന്താണ്? അവർക്കെതിരെ UNSC പ്രമേയം ഉണ്ടായിരുന്നു, അത് അവർ അംഗീകരിച്ചില്ല എന്നുള്ളത് വെച്ചിട്ടാണ് ആക്രമണം നടത്തുന്നത്. കൊസോവ വിഷയത്തിൽ സെർബിയക്കെതിരായി നടന്ന ആക്രമണം, ഈ ബോസ്നിയൻ വിഷയത്തിൽ സെർബിയക്കെതിരായി നടന്ന ആക്രമണം, ഇതൊക്കെ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രമേയത്തിൻ്റെ പിൻബലത്തിലാണ് ഈ സൈനിക നടപടികളെല്ലാം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ഗൗരവമുള്ളതാണ് UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം എന്ന് പറയുന്നത്. അങ്ങനത്തെ 28 പ്രമേയങ്ങൾ ഇസ്രായേൽ ഇതിനകം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ 1948 ഇസ്രായേൽ രൂപീകരിച്ചത് മുതൽ ഇന്നേക്ക് വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 28 UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയങ്ങൾ ഇസ്രായേൽ ലംഘിച്ചിട്ടുണ്ട്. UN പ്രമേയങ്ങൾ, വിവിധ UN ബോഡികളുടെ പ്രമേയങ്ങൾ, അത് UNHRC ആകാം, UNGA ആകാം, UNSC ആകാം, ഇവയുടെ ഈ മൊത്തം പ്രമേയം എടുത്തു കഴിഞ്ഞാൽ അതിൽ കൺട്രി സ്പെസിഫിക് പ്രമേയങ്ങൾ നമ്മളെടുത്താൽ, ഏതെങ്കിലും പ്രത്യേക രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 45% ഇസ്രായേൽ എന്നൊരു രാജ്യവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരു രാജ്യം ലോകത്തുണ്ടാവില്ല. മൊത്തം UN പ്രമേയങ്ങളുടെ, കൺട്രി സ്പെസിഫിക് പ്രമേയങ്ങളുടെ 45% ഇസ്രായേലുമായി ബന്ധപ്പെട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടായത് മുതൽ ഇങ്ങനെ UN-ൻ്റെ പ്രമേയങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുക, അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടേയിരിക്കുന്ന രാജ്യമാണ്. ഇതിൽ മനസ്സിലാക്കേണ്ടത് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രമേയം, ഇസ്രായേലിനെതിരായ ഒരു പ്രമേയം പാസ്സായി വരണമെങ്കിൽ അതിൻ്റെ കടമ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഇസ്രായേലിനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വീറ്റോ ചെയ്യാൻ അമേരിക്ക അവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം മറികടന്നിട്ട് വേണം ഇസ്രായേലിനെതിരായ ഒരു പ്രമേയം UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സായി വരാൻ. അങ്ങനത്തെ 28 പ്രമേയങ്ങൾ അവർക്കെതിരെ ഉണ്ടായിട്ട്. അപ്പോൾ ആലോചിച്ചാൽ മതി എന്താണ് ആ രാജ്യത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രമേയം, ഇത് നോക്കൂ, വെടിനിർത്തൽ വേണമെന്ന പ്രമേയം, ഇത് തന്നെ 5ാമത്തെ പ്രമേയമാണ്
UN സെക്യൂരിറ്റി കൗൺസിൽ ഒക്ടോബർ 7 ശേഷം 5ാമത്തെ തവണയാണ് പ്രമേയം വരുന്നത്. അപ്പോൾ 3 അമേരിക്ക വീറ്റോ ചെയ്തു. 3 പ്രമേയങ്ങൾ അമേരിക്ക വീറ്റോ ചെയ്തു. 4ാമത്തത് അമേരിക്ക കൊണ്ടുവന്ന പ്രമേയമാണ്. ചൈനയും റഷ്യയും വീറ്റോ ചെയ്തു. അവർ വീറ്റോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രമേയം വളരെ ദുർബലമായൊരു പ്രമേയമായിരുന്നു. കാരണം വെടിനിർത്താൻ ആഹ്വാനം ചെയ്തില്ല. ഇറ്റ് ഈസ് ഇംപറേറ്റീവ് എന്നൊരു വാക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് വെറുതെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് യഥാർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തൽ പ്രമേയം കൊണ്ടുവരാനുള്ള സാധ്യത ഇല്ലാതാക്കുമെന്ന് കണ്ടിട്ടാണ് ചൈനയും റഷ്യയും ഈവൻ അറബ് രാജ്യമായ അൾജീരിയ പോലും അതിനെതിരായിട്ടാണ് വോട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം പ്രമേയം വരുന്നു. അത് 15 അംഗങ്ങളാണ് UN സെക്യൂരിറ്റി കൗൺസിലിൽ, 5 സ്ഥിരാംഗങ്ങളും 10 അംഗങ്ങളും. ഈ 15 അംഗങ്ങളിൽ 14 അംഗങ്ങളും ആ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. അമേരിക്ക മാറിയിരുന്നു. അമേരിക്ക മാറി നിൽക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അമേരിക്ക ഇതിൻ്റെ വേർഡിങ്സിൽ ചില അമെൻമെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ അമെൻമെൻറ്റ്സ് വരെ ഇവരെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പെർമനൻറ്റ് സീസ് ഫയർ എന്ന വാക്ക് അതിനകത്തുണ്ടായിരുന്നു. അത് വേണ്ട എന്ന് അമേരിക്ക വെച്ചു. ഇതിനകത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് സീസ് ഫയർ ഇൻ റമദാൻ, ഇമ്മീഡിയറ്റ് സീസ് ഫയർ ഇൻ റമദാൻ ലീഡിങ് ടു ലാസ്റ്റിംഗ് ആൻഡ് സസ്റ്റൈനബിൾ സീസ് ഫയർ എന്നാണ്. അപ്പോൾ ഈ ലാസ്റ്റിംഗ് എന്ന വാക്കുണ്ടല്ലോ, അവിടെ പെർമനൻ്റ് എന്നാണ് ഉണ്ടായിരുന്നത്. അത് പെർമനൻ്റ് വെട്ടി ലാസ്റ്റിംഗ് വെച്ചത് അമേരിക്കയുടെ നിർദ്ദേശം വെച്ചിട്ടാണ്. അതേപോലെ ഈ ഹോസ്റ്റേജസിനെ ഈ ഹമാസ് വിട്ടയക്കണം, നിരുപാധികമായി വിട്ടയക്കണം എന്ന വാക്ക്, ഇതൊക്കെ അമേരിക്കയുടെ അമെൻമെൻറ്റ് പ്രപ്പോസലായിട്ട് വന്നതാണ്. എന്നിട്ടും അവർ ആ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തില്ല. ആലോചിക്കണം, മനുഷ്യരെ കൊല്ലുന്നത് നിർത്തണം എന്നാണ് ഈ പറയുന്നത്, ലളിതമായി പറഞ്ഞാൽ. അതിനനുകൂലമായി വോട്ട് ചെയ്തില്ല, അവർ അബ്സ്റ്റെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അവർ വീറ്റോ ചെയ്തില്ല എന്നുള്ളത് ഇതുവരെയുള്ള ഇത് വെച്ച് മഹത്തായൊരു കാര്യമാണ്. അതുകൊണ്ട് ആ പ്രമേയം പാസ്സായി. അപ്പോൾ എന്തുകൊണ്ട് അമേരിക്ക വീറ്റോ ചെയ്തില്ല എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള പലതരത്തിലുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം, അമേരിക്കയാണ് ഇസ്രായേലിൻ്റെ കസ്റ്റോഡിയൻ. ഇസ്രായേലിനെ സംരക്ഷിച്ച് നിർത്തുന്ന അമേരിക്കയാണ്. ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത്? ഇസ്രായേൽ ചെയ്യുന്നത് തമ്മാടിത്തമാണ്. മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് എന്ന് ലോകം മനസ്സിലാക്കുന്നു. 2 ദിവസം മുമ്പ് ഇസ്രായേലി ചാനലിന് ഡൊണാൾഡ് ട്രംപ് നൽകിയ ഒരു ഇൻ്റർവ്യൂ അദ്ദേഹം പറയുന്നു, ഭ്രാന്തമായി സംസാരിക്കുന്ന ഒരാളാണ്. ഇസ്രായേലിന് അങ്ങേയറ്റം ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം പറയുന്നു, യു ആർ ലൂസിങ് വേൾഡ്, യു ആർ ലൂസിങ് ദ വേൾഡ്, യു ആർ ലൂസിങ് ദ ഒപ്പീനിയൻ എന്നിങ്ങനെ പറയുന്നു. വെച്ചാൽ ഡൊണാൾഡ് ട്രംപിന് പോലും മനസ്സിലായി ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അല്ല, അദ്ദേഹം ഒരു പരിഹാരം പറയുന്നുണ്ട്. നിങ്ങൾ അവിടെ നിന്നുള്ള ഇമേജസ്, ഈ ഗസയിൽ നിങ്ങൾ ബോംബിടുന്നതിൻ്റെയും കെട്ടിടങ്ങൾ തകർക്കുന്നതിൻ്റെയും ഇമേജസ് പുറത്തു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. ആ നിലക്ക് പബ്ലിക് ഒപ്പീനിയൻ ഇവർക്കെതിരായെന്ന് മാത്രമല്ല, അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായിട്ടുള്ള അങ്ങേയറ്റത്തെ അവിശ്വാസം പുതിയ തലമുറയിൽ വളരുന്നു എന്നവർ തിരിച്ചറിയുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അവർ അമേരിക്കയുടെ ഇസ്രായേൽ അനുകൂല നയത്തിനെ എതിർക്കുന്ന മാത്രമല്ല, ഹമാസിനെ പരസ്യമായി പിന്തുണക്കുന്ന നിലയിലേക്ക് ഈ പറയുന്ന ടിക്ടോക്ക് ജനറേഷൻ, ജെൻസി എന്ന് പറയുന്ന ആളുകളെത്തി. ജസ്റ്റ് നിഷാദ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക, കൺവേർഷൻ ടു ഇസ്ലാം ആഫ്റ്റർ ഒക്ടോബർ 7 എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഇഷ്ടം പോലെ എൻട്രീസ് ഗൂഗിൾ നിങ്ങൾക്ക് തരും. എന്താണ് ഈ ഇസ്രായേലിനോടുള്ള എതിർപ്പ് കാരണം അതിങ്ങനെ വളരുന്നു. അത് ഹമാസിനോടുള്ള അനുഭാവമാകുന്നു. ആളുകൾ ഇസ്ലാം പരസ്യമായി ഇസ്ലാം സ്വീകരിക്കുകയും അത് ടിക്ടോക്കിലൂടെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അവിടുത്തെ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ മൂവ്മെൻറ്റിൻ്റെ നേതാവായിട്ടുള്ള ആൾ, ആ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, LGBT മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ പരസ്യമായിട്ട് ഇസ്ലാം സ്വീകരണം വരെ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് ആ ട്രെൻഡ് മാറുന്നു. ഇത് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ തിരഞ്ഞെടുപ്പ് സമയമാണ്. ബൈഡനെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യങ്ങൾ, അദ്ദേഹം പോകുന്നിടത്തെല്ലാം ഈ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തിനായിരുന്നു കഴിഞ്ഞ ആഴ്ച അമേരിക്ക ഒരു പ്രമേയം കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, UN സെക്യൂരിറ്റി കൗൺസിൽ വെടിനിർത്തൽ പ്രമേയം അമേരിക്ക കൊണ്ടുവന്നല്ലോ, ഈ വളരെ ലഘുവായ ഭാഷയുള്ളത്. ആ പ്രമേയം കൊണ്ടുവന്നത് പോലും ഈ പറയുന്ന അമേരിക്കൻ വികാരങ്ങളെ അതിനോട് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമേരിക്കൻ ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ അബ്സ്റ്റെയിൻ ചെയ്യുന്നു, മാറി നിൽക്കുന്നു. അതുകൊണ്ട് പ്രമേയം പാസ്സാവുന്നു. അതുകൊണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ അവരുടെ ഒരു കാര്യം നേടുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർ ഇതിനോട് ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആയുധ കയറ്റുമതി അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഇസ്രായേൽ നൽകിക്കൊണ്ടിരിക്കുന്ന സൈനികമായ സഹായം, അവരുടെ ഈ
ക്രൂരമായ അധിനിവേശത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സൈനിക സഹായം അവസാനിപ്പിക്കുകയാണ്. അവർ ആത്മാർത്ഥതയുള്ളവരാണ് ചെയ്യേണ്ടത്. അത് നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ എന്തായാലും വെടിനിർത്താനൊന്നും പോകുന്നില്ല. ഇസ്രായേൽ UN രക്ഷാസമിതി അല്ല പടച്ചോൻ പറഞ്ഞാലും ഇസ്രായേൽ ഉപരോധം ഈ പണി നിർത്താൻ പോകുന്നില്ല. അമേരിക്കക്കകത്ത് ഈ പറയുന്ന ആയുധ കയറ്റുമതിയാണെങ്കിലും ഇസ്രായേൽ നൽകുന്ന പ്രത്യേകമായ എയ്ഡാണെങ്കിലും അതിനെയൊക്കെ നിയമപരമായി ചലഞ്ച് ചെയ്യാനുള്ള, കോടതിയിൽ ചലഞ്ച് ചെയ്യാനുള്ള, അവിടുത്തെ നിയമനിർമ്മാണ സഭകളിൽ ചലഞ്ച് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ലിവറേജ് അവിടെയുള്ള ഡെമോക്രാറ്റുകൾക്ക്, പ്രോഗ്രസീവ് ഫോഴ്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനുള്ള ഗുണമെന്ന് പറയുന്നത്. അത് അമേരിക്കയിലുണ്ടാവും, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുണ്ടാവും. കാരണം UN രക്ഷാസമിതിയുടെ ഒരു പ്രമേയം നിലനിൽക്കുകയും ആ പ്രമേയത്തെ ലംഘിച്ചു കൊണ്ടുപോകുന്ന ഒരു രാജ്യത്തെ സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും സഹായിക്കുന്നതിന് നിയമപരമായി ചലഞ്ച് ചെയ്യാൻ, വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, ചലഞ്ച് ചെയ്യാനെങ്കിലും സാധിക്കും. അതാണ് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ അമേരിക്കൻ പെർസെപ്ഷൻ ഇപ്പോൾ എന്താണ്, ഇസ്രായേൽ എന്ന് പറയുന്നത് ഇത്തിരി പോകുന്ന ഒരു രാജ്യം ഈ UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയത്തിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നതിൻ്റെ പേരിൽ അമേരിക്കയെ ചോദ്യം ചെയ്യുകയാണ് ഇസ്രായേൽ. അമേരിക്കയിലേക്ക് പുറപ്പെടാനിരുന്ന ഡെലിഗേഷൻ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അമേരിക്കയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. ഈ വികാരം അമേരിക്കൻ ലീഡർഷിപ്പിൽ ഇതിന് ശേഷം കൂടുതൽ ശക്തമായിട്ടുണ്ട്. ഞങ്ങളുടെ സഹായത്തിലും ദാക്ഷിണ്യത്തിലും കഴിയുന്ന ഒരു രാജ്യം ഞങ്ങളെ വിരട്ടുന്നു, ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന വിചാരം അമേരിക്കൻ സമൂഹത്തിൽ കൂടുതലായി ഇപ്പോൾ ഉണ്ടായി വരികയാണ്. ആ നിലക്കുള്ള വിശകലനം വരുന്നു. അത്തരം ചർച്ചകളുണ്ടാകുവാനും പബ്ലിക് ഒപ്പീനിയൻ ആ നിലക്ക് ബിൽഡ് ചെയ്ത് വരുവാനും ഒക്കെ ഉപകാരപ്പെടും എന്നതല്ലാതെ ഫീൽഡിൽ ഗസയിൽ എന്തെങ്കിലും ഫലം ഈ പ്രമേയം കൊണ്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. അല്ല ജിംസ്, ഇപ്പം നമുക്കൊരു ലോകക്രമമുണ്ട്, ലോകക്രമത്തെ റെഗുലേറ്റ് ചെയ്യാനുള്ള ചില സിസ്റ്റമൊക്കെ നമുക്കുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മീനിങ്ലെസ് ആവുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒന്ന്. രണ്ട്, നേരത്തെ ദാവൂസായി പറഞ്ഞ പോലെ ഈ അമേരിക്ക പോലുള്ള ഒരു സൂപ്പർ പവറിനോട് ഞങ്ങൾ പറയുന്ന പോലെ നിൽക്കണമെന്ന് ഈ മൊമെൻറ്റിലും വിരട്ടാൻ എങ്ങനെയാണ് ഇസ്രായേലിനെ പറ്റുക? അതിൻ്റെ ഒരു ബ്ലാക്ക് മെയിലിംഗ് സംഗതി എവിടെ ഇരിക്കുന്നത്? ഞാൻ പറയുന്നത് ഈ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റെസൊല്യൂഷൻ സാധാരണ രീതിയിൽ ഏത് റെസൊല്യൂഷൻ മുതൽ എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു 3 പതിറ്റാണ്ടായിട്ടില്ല അല്ലേ അങ്ങനെ ഒരു റെസൊല്യൂഷൻ വീറ്റോ ചെയ്യപ്പെടാതെ പാസ്സായിട്ടില്ല. ഒരു 30 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ഒരു റെസൊല്യൂഷൻ ഉണ്ടായിട്ടില്ല ഇസ്രായേലിനെതിരെ. പക്ഷേ ഇത് ഒരു ചരിത്രപരമാണെന്ന് ഞാൻ പറയാൻ കാരണം എന്തുകൊണ്ടാണ് അമേരിക്ക വീറ്റോ ചെയ്യാതെ വിട്ടു നിന്നതെന്നുള്ളതാണ്. അത് ഇന്നത്തെ നിഷാദ് പറഞ്ഞ ലോകക്രമത്തിൽ വളരെ വളരെ പ്രധാനമാണ്. അതിൻ്റെ കാരണം ഇസ്രായേലിൻ്റെ ഒരു ആത്മവിശ്വാസം എന്താണ്, ഇവർ ഞങ്ങളുടെ ഒരു നിർബന്ധമായിട്ട് ഞങ്ങളുടെ സഖ്യകക്ഷിയായി നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്നൊരു ആത്മവിശ്വാസമാണ് ഇസ്രായേലിന്. അതർവൈസ് ഇസ്രായേൽ ഒരു വലിയ സൈനിക ശക്തിയോ വലിയൊരു ഡിപ്ലോമാറ്റിക് ശക്തിയോ പോലുമല്ല. ലോകത്ത് ഡിപ്ലോമാറ്റിക്കലി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യം, പല രാജ്യങ്ങളും രാഷ്ട്രീയമായി തന്നെ എതിർക്കുന്ന ഒരു രാജ്യം, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം അമേരിക്ക കൂടെയുണ്ട് എന്നുള്ളതാണ്. ഈ അമേരിക്ക കൂടെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ബില്യൺ കണക്കിന് ഡോളർ ഉപയോഗിച്ചുകൊണ്ട് യൂറോപ്പിലും അമേരിക്കയിലും ഇസ്രായേൽ ലോബി നടത്തുന്ന ലോബിയിങ് ആണ്. ആ ലോബിയിങ് മാധ്യമ പ്രചാരണം. ഇപ്പോൾ ഉദാഹരണത്തിന് BBC ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മാധ്യമമാണല്ലോ BBC. നിങ്ങൾക്ക് ഒരിക്കലും BBC കൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു ലേഖനം എഴുതിക്കാൻ കഴിയില്ല. അതിലൊരു ലേഖനം വരില്ല ഇസ്രായേലിനെതിരെ. പറഞ്ഞു പോകും, അത്ര പേര് അവിടെ മരിച്ചു, ഇത്ര പേര് ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുമെങ്കിലും ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ലേഖനം, ഒരു ഒപ്പീനിയൻ പീസോ അതിൽ വരില്ല. അപ്പോൾ അത്രയും വലിയ മാധ്യമ സ്ഥാപനങ്ങൾ പോലും ലോബി ചെയ്യാൻ കഴിയുന്ന അത്ര പവർഫുള്ളാണ് സിയോണിസ്റ്റ് ലോബി എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലും ഈ സിയോണിസ്റ്റ് ലോബി കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഫണ്ട് ഒഴുക്കിക്കൊണ്ട് നടത്തുന്ന ലോബിങ്ങിനെ മറികടന്നുകൊണ്ട് ദാവൂസായി പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ജനറേഷനും ടിക്ടോക്ക് ജനറേഷനും പബ്ലിക് ഒപ്പീനിയൻ മാറ്റി എന്നുള്ളത് തെളിയിക്കുന്നതാണ് അമേരിക്ക ഇതിൽ അബ്സ്റ്റെയിൻ ചെയ്തെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവല്ല, അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക. അമേരിക്ക അബ്സ്റ്റെയിൻ ചെയ്യാനുള്ള കാരണമായിട്ട് വൈറ്റ് ഹൗസ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്താണ്? ഹമാസിനെ കണ്ടം ചെയ്യണം, ഹമാസിൻ്റെ ഒക്ടോബർ 7 അറ്റാക്കിനെ അപലപിക്കണം എന്ന വാക്ക് ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് ഉൾപ്പെടുത്താത്തതിനല്ല ഞങ്ങൾ പിന്മാറുന്നതെന്ന് പറയുകയാണ്. അതായത് അവർക്ക് വോട്ടെടുപ്പിൽ നിന്ന് പിന്മാറാനുള്ള ന്യായീകരണമായി പറയാനുള്ള ഒരേ ഒരു കാരണം ഒക്ടോബർ 7 ഹമാസിൻ്റെ അറ്റാക്കിനെ ഈ പ്രമേയം അപലപിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രമേയം അപലപിക്കുന്നില്ല, എന്തുകൊണ്ട് അപലപിക്കുന്നില്ല എന്നുള്ള ക്വസ്റ്റിനും അത് ഉത്തരമാണ്. എന്തുകൊണ്ടാണ് ഒക്ടോബർ 7 അറ്റാക്കിനെ ഒരു UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയത്തിന് അപലപിക്കാൻ കഴിയാത്തത്? കാരണം അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമല്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം അധിനിവിഷ്ടരായ ഒരു ജനത
ഒരു അധിനിവേശ ശക്തിയോട് നടത്തുന്ന ഏതൊരു പോരാട്ടവും അന്താരാഷ്ട്ര നിയമങ്ങൾ സാധൂകരിക്കുന്നതാണ്. അവരിനി ഇപ്പോൾ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള, അല്ലെങ്കിൽ ഗസ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ജനങ്ങൾ ഇസ്രായേലിൽ കടന്നു കയറി അവിടുത്തെ മുഴുവൻ പൗരന്മാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാലും അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരല്ല. കാരണം അത് അവരുടെ അവകാശമാണ്. ചെറുത്ത് നിൽക്കാനുള്ള അവകാശം അന്താരാഷ്ട്ര നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ലോബിയിങ്ങിന് ശേഷവും അമേരിക്ക എന്തുകൊണ്ട് ഈ പ്രമേയം പാസ്സാവാൻ അനുവദിച്ചു? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ചക്ക് ഷൂമർ എന്ന് പറയുന്ന ഡെമോക്രാറ്റ് നേതാവ്, അദ്ദേഹം സെനറ്റിലെ ഈ മജോറിറ്റി ലീഡറാണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം ഒരു ജൂതം കൂടിയാണ്. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത്? നെതന്യാഹു സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം, അദ്ദേഹം റിസൈൻ ചെയ്യണം. അതായത് ഒരിക്കലും അമേരിക്ക അങ്ങനെ പറയാറില്ല ഇസ്രായേലിനെ പറ്റി. ഇസ്രായേലിൽ ഏതെങ്കിലും പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും പരസ്യമായിട്ട് പറയാറില്ല. ഇത് ഒരു ഡെമോക്രാറ്റ് ലീഡർ, ഒരുപക്ഷെ ഈ ജോ ബൈഡൻ്റെ അത്ര തന്നെ സീനിയോറിറ്റിയുള്ള നേതാവാണ് അദ്ദേഹം രാജിവെച്ച് അവിടെ റീ എലക്ഷൻ നടത്തണം എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ്റെ പ്രഷർ കൊണ്ടാണ്. ഒന്നവിടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ മാത്രമല്ല റിപ്പബ്ലിക്കൻസും പ്രതിസന്ധിയിലാണ്. അതുകൊണ്ടാണ് ട്രംപിന് അങ്ങനെ പറയേണ്ടി വരുന്നത്. അത് പബ്ലിക് പ്രഷർ, ഏതർ ഡെമോക്രാറ്റ് ഓർ റിപ്പബ്ലിക്കൻ, ഏത് പാർട്ടിക്കാരനായാലും അവരെ സംബന്ധിച്ച് ഈ ഫലസ്തീൻ ഇഷ്യൂവിൽ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിരാതത്വമാണ്, അത് ദുഷ്ടത്തരമാണ് എന്നുള്ളത് ഒരു സെൻറ്റിമെൻറ്റ്സ് പൊതുവെ അമേരിക്കക്കാർക്കിടയിലും യൂറോപ്യൻസിനിടയിലും വരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പബ്ലിക് ഒപ്പീനിയൻ ആരെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ അവർ ക്ലൂലെസ് ആണ്. അതായത് ഇത് ജോ ബൈഡനെതിരെ മാത്രമാണോ ഇത് ഉണ്ടാവുക? അതല്ല റിപ്പബ്ലിക്കൻസിനും ഇതിൻ്റെ ഒരു ബാക്ക്ലാഷ് ഉണ്ടാവുമോ? ഈ ഒരു ഭയം, ഇതിനെക്കുറിച്ച്, അതായത് പൊതുവെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ ചെയ്യുന്ന ഈ കാർത്തത്തിനെതിരെ പ്രതികരിക്കുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നതോടുകൂടിയാണ് അമേരിക്ക ഇതിൽ നിന്ന് വിട്ടത്. അതിൽ ഒരു കാരണവശാലും ഈ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു UNSC പ്രമേയത്തെ വീറ്റോ ചെയ്യാതെ അമേരിക്ക ഇരിക്കില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല. എന്നിരിക്കെ അതും ഹമാസിനെ അപലപിക്കാത്തൊരു പ്രമേയം, ഹമാസിനെ തീർക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ അഭിപ്രായം. ഇപ്പോഴും അവരതിൽ ഉറച്ചു നിൽക്കുന്നു, ഹമാസിനെ തീർക്കണം. പക്ഷേ ഹമാസിൻ്റെ ഒക്ടോബർ 7 ചെയ്തി അപലപിക്കാത്തൊരു പ്രമേയം വീറ്റോ ചെയ്യാതെ പാസ്സായാൻ അനുവദിച്ചതിൻ്റെ കാരണം ഈ പറഞ്ഞ ലോബിങ്ങിനെ മറികടന്നുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങൾ ഫലസ്തീൻ അനുകൂലമായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് പാശ്ചാത്യ ലോകത്ത് ഉയർത്തിയാണ്. ഇത് ചരിത്രപരമാണ്. ഇതിൻ്റെ കാരണം ഇത് നിലനിൽക്കുന്ന ഒന്നുകൂടിയാണ്. കാരണം ഇതുവരെ ഈ ഒന്നാം ഇൻതിഫാദ, രണ്ടാം ഇൻതിഫാദ, അതിനുശേഷം നടന്നിട്ടുള്ള 4 ആക്രമണങ്ങൾ, ഈ ആക്രമണങ്ങളിൽ മുഴുവൻ ഏകപക്ഷീയമായ വാർത്തകളായിരുന്നു പരമ്പരാഗത മാധ്യമങ്ങൾ വഴി പാശ്ചാത്യ ലോകത്ത് പ്രചരിച്ചതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ. പരമ്പരാഗത മാധ്യമങ്ങൾ പറയുന്നതല്ല ജനങ്ങൾ വിശ്വസിക്കും. ജനങ്ങൾ അവിടെ നിന്നുള്ള നേരിട്ടുള്ള കാഴ്ചകൾ കാണുന്നു, അത് വിശ്വസിക്കുന്നു. അവിടെ നടക്കുന്നത് എന്താണെന്ന് കുറേ കൂടി അവെയർ ഉള്ള പുതിയ തലമുറ ഈ രാഷ്ട്രീയത്തെ, നിഷാദ് ആദ്യം പറഞ്ഞ ലോകക്രമത്തെ തിരുത്തി എഴുതുകയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ ചരിത്രപരമെന്നാണ് വിശേഷിപ്പിക്കുക. അപ്പോൾ ആ നിലയ്ക്ക് ജനങ്ങളുടെ ഒരു സമ്മർദ്ദ ശക്തി എന്തുമാത്രം വലുതാണ് ഭരണകൂടങ്ങൾക്ക് മേൽ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവവും ഒരു എപ്പിസോഡ് കൂടിയാണ് ഇത്.